സ്പാർട്ടക്കെതിരെ കേസ് കൊടുത്തു ഗൈസ്. ഹെല്ലോ സ്പാർട്ടക്കെതിരെ കേസ് കൊടുത്തു. കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജാസിയെ കുണ്ടൻ എന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്. അയ്യന്റെ മോനെ, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഓക്കെ, കുണ്ടൻ എന്ന് ഞാൻ അധിക്ഷേപിച്ചു ജാസിനെ. സ്വാഭാവികം, നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. കുണ്ടെന്ന് പറയും, ചെക്കൻ ആണ്. നീ കറന്റ്ലി ആണാണ്, മനസ്സിലായില്ലേ? നീ നിന്റെ ഐഡന്റിറ്റി എവിടെയും വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. എനിക്കതിൽ താല്പര്യമില്ലല്ലോ വെളിപ്പെടുത്താൻ വേണ്ടിട്ട്. നീ ഉമ്മാക്ക് മകനായിട്ട് ജനിച്ചവനല്ലേ? അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണോ? അല്ല, ശരിയാണ്. ശരിയാണ് സാർ. അപ്പൊ നീ ആണാണ്, പിന്നെ നീ എന്താ അടിസ്ഥാനത്തിലാണ് കുണ്ടെന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര പൊള്ളേണ്ട ആവശ്യം? ഉത്തരം പറ. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. സീരിയസ്ലി മാൻ, കുണ്ടൻ മീൻസ് മാൻ, പുരുഷനെ നമ്മളിങ്ങനെ പറയും, ഒരു ആൺകുട്ടിയൊക്കെ അതാ അങ്ങനെ പറയില്ലേ? പറയും. പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാരെ, നീ ഗേ ആണ് എന്ന് ഓൾറെഡി സമ്മതിച്ചിട്ടുള്ള ആളാണ്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. കള്ളം പറയുന്നു ആ പന്നെ ആണ് എന്ന് ഓൾറെഡി സമ്മതിച്ചിട്ടുള്ള ആളാണ് നീയും ആഷിയും. അതിന്റെ ക്ലിപ്സ് ഒക്കെ ഞാൻ ഇവിടെ വെക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ ഒരാളായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഞങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് വീഡിയോസിലൂടെ ഞങ്ങൾ കാണിച്ചു തന്നാണ്. എനിക്ക് സന്തോഷമായി. എന്താ ഞാനൊരു ആണാണല്ലോ എല്ലാവരും പറഞ്ഞല്ലോ. ഗേ ആയിട്ടുള്ള ആൾക്കാരെ നാട്ടിൽ കുണ്ടൻ എന്ന് പറയും മലയാളത്തിൽ. മറ്റേ നമ്മളെ മീശ മാധവനിൽ പറഞ്ഞ പോലെ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ്. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. പിന്നെ ഇവൻ മുമ്പുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കേൾക്കാം. കൊട്ടംകുളങ്ങര അമ്പലത്തിലെ വേറൊരു വിഷ്വലിനകത്ത്, വേറൊരു മീഡിയനകത്ത് ജാസി ഈ നാട്ടുകാരോട് പറഞ്ഞല്ലോ, ഞാൻ കംപ്ലീറ്റ് വുമണായി, എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല എന്ന്. ഇതേ അമ്പലത്തില് ഒരു സൈഡിൽ നാട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി, അവരെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കംപ്ലീറ്റ് വുമണായി, ഞാൻ ട്രാൻസ്ഫോംഡ് വുമൺ ആണ്, എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ജാസി അപ്പുറത്ത് മീഡിയയിൽ മുന്നിൽ പോയിട്ട് ഇത് മാറ്റിയും പറഞ്ഞിട്ട് അന്നേ ദിവസം. പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്? ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ, കാട്ടുകളെ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ, അത് നടന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വിളക്കെടുക്കണം വിചാരിച്ചു. പ്രാർത്ഥിച്ചോ? ഇല്ല, ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല, ജസ്റ്റ് കയറിയുള്ളൂ, വിളക്കെടുക്കാൻ. അതെങ്ങനെ ജാസി? ആണുങ്ങൾ സ്ത്രീവേഷം കിട്ടിയിട്ട് വേണം വിളക്കെടുക്കാൻ. ജാസി അപ്പുറത്ത് പോയി പറയുന്നു എനിക്ക് വിളക്കെടുക്കാൻ പറ്റില്ല, ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരു ട്രാൻസ് വുമൺ ആണ്. ഇപ്പുറത്ത് വന്നിട്ട് മീഡിയനോട് പറയുന്നു എന്റെ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. എടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. പോയി ചത്തുടടാ. സോഷ്യൽ മീഡിയയിലുള്ള അടിയല്ലേ, സോഷ്യൽ മീഡിയയിൽ തന്നെ തീരട്ടെ, ഒന്നും വേണ്ട, ജീവിച്ചു പൊക്കോട്ടെ എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്റെ പൊന്നു മോനെ, നിനക്ക് ഇപ്പൊ എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? ഞാനും പോകുന്നുണ്ട് കേട്ടോ, പോകുന്നുണ്ട്, നമുക്ക് കാണാം. ഞാൻ പഠിപ്പിക്കൂടാ. അവള് കോളേജിലും സ്കൂളിലും LKG പഠിക്കാത്ത പാഠങ്ങൾ ഞാൻ അവളെ പഠിപ്പിക്കും. ഞാനാരാ മോശം നമുക്ക് അറിയില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.